ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു ജീവിതമാണ്. അലി ബനാത്ത്, ഓസ്ട്രേലിയക്കാരനായ അലി ബനാത്ത് ഒരു കോടീശ്വരനാണ്. തൻ്റെ പണത്തിൻ്റെ ആസ്തി എത്രത്തോളം ഉണ്ടെന്ന് അലി ബനാത്തിന് പോലും അറിയില്ലായിരുന്നു. ഈ ലോകത്ത് അദ്ദേഹം കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് അദ്ദേഹം ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അലി ബനാത്ത് അത്രയും ആഡംബരമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. തൻ്റെ 29ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം 2 വലിയ കമ്പനികളുടെ ഉടമസ്ഥനായി മാറി. ഏറ്റവും വില കൂടിയ ഡ്രസ്സുകൾ, വാച്ചുകൾ, ബ്രാൻഡഡ് പെർഫ്യൂംസ് എന്നിങ്ങനെ ലോകത്ത് ഏറ്റവും വില കൂടിയതും നല്ലതുമായ എല്ലാം എന്തിനേറെ സ്പോർട്സ് കാറുകളുടെ ഒരു കൂട്ടം തന്നെ സ്വന്തമാക്കിയിരുന്നു അലി ബനാത്ത്. ഇങ്ങനെയുള്ള ആഡംബരങ്ങളിൽ നിന്നും ആഡംബരങ്ങളിലേക്കുള്ള യാത്രയിൽ തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ക്യാൻസർ എന്ന മഹാരോഗം അലി ബനാത്തിനെ തേടിയെത്തി. ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി വെറും 7 മാസം മാത്രമേ നിങ്ങൾ ഈ ഒരു ലോകത്തുണ്ടാകൂ എന്ന് പറഞ്ഞാൽ കോടാനുകോടികളുടെ സ്വത്തുകളും ആഡംബര ജീവിതവും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വെറും 7 മാസത്തിനുള്ളിൽ ഈ ലോകത്തു നിന്നും വിട പറയാനായി എന്നർത്ഥം. ഇതോടുകൂടി അലി ബനാത്തിന്റെ കഥ മാറുകയാണ്. തൻ്റെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ സമൃദ്ധമായ ജീവിതശൈലി പുനർവിചിന്തനം ചെയ്യാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ചെറിയ കാലയളവിലെങ്കിലും എനിക്ക് എൻ്റെ സമ്പാദ്യം നേരായ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു അലി ബനാത്ത്. ക്യാൻസറിന്റെ വേദന അദ്ദേഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ദൈവം നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനും വില അറിയുകയായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷവും. Вот он я, братья и сестры. Хочу записать короткое напоминание. Аллаха Субханаху ва Тааля никто не обойдет, никто не обхитрит. അതിനിടയിലാണ് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ട ഒരു സുഹൃത്തിന്റെ മയ്യത്ത് മറമാടൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. അവിടെ വെച്ച് പല യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയുകയായിരുന്നു ആ യുവാവ്. ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുള്ള യാത്രയാണ് മരണത്തിന് ശേഷം എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പട്ടിണി പാവങ്ങളുടെയും അനാഥകളുടെയും വിധവകളുടെയും അശരണരുടെയും കൂടെയാണ്. അദ്ദേഹം ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു, പട്ടിണി പാവങ്ങളുടെ നാട്ടിലേക്ക്. മുസ്ലിം അറൗണ്ട് ദ വേൾഡ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ദാനധർമ്മങ്ങളുടെയും സ്കൂൾ നിർമ്മാണങ്ങളുടെയും കുത്തൊഴുക്കായിരുന്നു പിന്നീട് അങ്ങോട്ട്. തന്റെ സമ്പത്ത് ചെലവഴിക്കാൻ ക്യാൻസർ എന്ന രോഗത്തിലൂടെ അലി ബനാത്തിന് അള്ളാഹു ഒരു അവസരം നൽകി. ഗാനയിലെയും ടോക്കിയോയിലെയും പാവങ്ങൾക്കൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ജീവിച്ചു. അവിടുത്തെ ദരിദ്ര സമൂഹത്തിന്റെ പട്ടിണി മാറ്റാൻ, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം നൽകാൻ, വിധവകൾക്ക് ജീവിത സാഹചര്യം ഒരുക്കാൻ, താമസത്തിനും ആരോഗ്യരംഗത്തുമൊക്കെയായി സേവനനിരതനായി. 7 മാസം അവധി പറഞ്ഞ അലി ബനാത്ത് പിന്നെയും 3 വർഷം ആർഭാടത്തിന്റെ കുപ്പായം അഴിച്ചുവെച്ച് സേവനത്തിന്റെ സന്തോഷത്തിൽ ജീവിച്ചു. ഒടുവിൽ രോഗം മൂർച്ഛിച്ച ആശുപത്രിയിലായ അലി ബനാത്ത് 2018 റമദാനിൽ മരണത്തിന്റെ മുമ്പ് ചെയ്ത വീഡിയോ നിറകണ്ണുകളോടെയാണ് ലോകം നോക്കിക്കണ്ടത്. on the ground in Africa, distributing the food packs. This year our food pack, the same as last year, 150 for the masjid. It feeds up to 80 to 120 people. We have the iftar pack, which is $2. The family pack, which is $60 for 1 week, and the Eid pack, which is $25. So inshallah, start donating, start getting closer to Allah subhanahu wa ta'ala. We all know how blessed this month is. ശരിയാണ്, ദൈവം അനുഗ്രഹിച്ച ഭാഗ്യവാനാണ് നിങ്ങൾ. ഒടുവിൽ 2018 മെയ് 29 മരണത്തിന്റെ തൊട്ടു മുമ്പ് സംസാരിക്കാനാകാതെ ആംഗ്യഭാഷയിൽ സംസാരിക്കാനാവാതെ ആംഗ്യഭാഷയിൽ ദുആ ചെയ്യണമെന്ന വീഡിയോ കണ്ണീരിൽ കുതിർന്നാണ് ലോകം കണ്ടത്. لا نفرق بين أحد من رسله. പതറിപ്പോകുന്ന അർബുദത്തെ പോലും ഒരു സമ്മാനമായി സ്വീകരിച്ച അലി ബനാത്തിന്റെ ചിന്തക്ക് ലോകം അംഗീകാരം നൽകി. ആർഭാടത്തിന്റെ ആസ്വാദനത്തിൽ അർത്ഥമില്ലാതെയായി പോകുമായിരുന്ന അലിയുടെ ജീവിതം ഫലപ്രാപ്തിയിലൂടെ ഒരുപാട് മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. സുഹൃത്തെ,
ജീവിതത്തിന് ഒരു മാറ്റത്തിനും വീണ്ടും വിചാരത്തിനും തയ്യാറാവേണ്ടതുണ്ട്. അലി ബനാത്തിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പലതും ബാക്കിയാക്കിക്കൊണ്ടാണ് പ്രിയ സഹോദരൻ യാത്രയായത്. നാം സമ്പാദിച്ചു കൂട്ടുന്ന കെട്ടിപ്പൂട്ടി വെക്കുന്ന സമ്പത്ത് നമുക്ക് ഉപകരിക്കാത്ത ഒരു ദിവസം വരും. ഒരു മാറ്റത്തിന് പിന്നീട് ഒരു അവസരം ലഭിക്കാതെ ഒരുപക്ഷെ നമ്മൾ അടുത്തുള്ള ശ്മശാനത്തിലേക്ക് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കുഴിമാടത്തിലേക്കോ യാത്ര തിരിച്ചേക്കാം. ആ മരണം വരുന്നതിന് മുമ്പായി ചിലവഴിക്കൂ. പട്ടിണിയും ദാരിദ്ര്യവും പിടികൂടിയ ചോർന്നൊലിക്കുന്ന ചെറ്റക്കുടിലേക്ക് യാത്ര തിരിക്കൂ. മരണവേളയിൽ ദാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും പിന്നെ നിനക്കൊരു മടക്കം ഉണ്ടായിരിക്കണമെന്നില്ല.